വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആറായപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റിക്കർ ഷോപ്പിൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കാനും ചെറിയ ചെറിയ പരിപാടി സ്ഥലത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ബാക്കിലത്തെ ലൈറ്റിൻ്റെ ഇവിടെ ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് തന്നെ ആക്കുവാണ്. ഓക്കെ, അതുപോലെ തന്നെ സൈഡിലത്തെ ഇത് പൊളിച്ച് മാറ്റുവാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് വണ്ടി കയറ്റിയേക്കും. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളും മാത്രം നമ്മൾ അടിച്ചിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്നാക്സ് എന്നുള്ളത് അത് നമ്മൾ നെയിം ബോർഡ് ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പം ജസ്റ്റ് വണ്ടിയുടെ ബാക്കി ഔട്ട് ഇതാണിപ്പം നിലവിൽ നമ്മുടെ ഇരിക്കുമ്പോൾ ഉള്ള ലുക്ക്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ കഴിച്ച് ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ പരിപാടിക്ക് ശേഷം നമ്മുടെ ചെറുക്കൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ വഴി കൊണ്ടത് ഇവിടെ ഇവൻ ചെറുക്കൻ ഒരു പുതിയ വഴിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറാനായിട്ട്. അപ്പോൾ നമുക്ക് ചാടി കയറാൻ പറ്റുള്ളൂ, കാരണം അവിടെ വേറെ ഇതും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെ ബാക്കിൽ തന്നെ വാരിയർ എന്നുള്ളൊരു എഡിഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ മറ്റേ ഞാൻ പറഞ്ഞ അത് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവൻ സ്റ്റിക്കർ അടിച്ചുകൊടുക്കുന്ന ടൈമിൽ പോയിട്ട് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ എന്നാ പറയുന്നത് കർട്ടൻ്റെ തുണി മാറ്റി റെഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം റെഡി ടു റേസ് എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ 2 ചെറിയൊരു ഗ്രാഫിക്സും താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഡിഷൻ നെയിമും വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഫ്രണ്ടിലും വലിയ കാര്യത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ സൈഡിൽ വില്ലൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഡ്രൈവർ ഡോറിൻ്റെ മണ്ടയ്ക്ക്, അല്ലാണ്ട് വേറെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളും ഞാൻ എയറും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ പോകുന്ന എങ്ങോട്ടുമല്ല, നമ്മുടെ ഹോം ടൗണിലോട്ടാണ്. ഓക്കെ, സൗണ്ടും ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതെ ഇവിടുന്ന് ഇനിയിപ്പോൾ വണ്ടി ഇറക്കുന്ന കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ അതെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് ചാടിക്കാൻ കുറച്ച് പാടാണ്, ലിപ്പും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈസായിട്ട് പതുക്കെ വേണം ചാടിക്കാൻ. മുട്ടിയില്ല എന്നാണ്. അപ്പോൾ അതെ കാരണം മറ്റേ വഴി അവൻ പണി തീർത്ത് കഴിയുകയാണെങ്കിൽ നമുക്കിനിയിപ്പം മറ്റേ വഴി വരാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അതാകുമ്പോൾ ലിപ്പും തട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മളിവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ നമ്മളെ അങ്ങോട്ട് പോകണം. ഇനിയിപ്പം പോകുന്ന വഴി ചെറിയൊരു ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ട് വേണം പോകാൻ. നമ്മളവിടെ ഒരു 5 മണി 6 മണിയാകും എത്തുമ്പം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാബിനിൽ. അണ്ണനാണെങ്കിൽ മറ്റേ നമ്മുടെ ഓട്ടം പോയ വണ്ടിക്ക് ചെറിയ എന്തോ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് എന്തോ പണി കിട്ടി പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് വേറെ വണ്ടിയായിട്ട് ആളെ മാറ്റി കയറ്റാനൊക്കെ ആയിട്ടോ എന്തോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കായിട്ട് അങ്ങ് പോയേക്കുവാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം നമ്മളൊരു മൈൽ സ്റ്റോണും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ലൈവ് സ്ട്രീമിങ്ങും കൂടെ തുടങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ ETS2 മാറുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. ഓക്കെ, ഉടനെയൊന്നുമില്ല, നമ്മളിപ്പം കുറച്ച് ഇങ്ങനെ ബസ് ഐഡിയുടെ വീഡിയോസ് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഒരു പ്രതീക്ഷിച്ച മൈൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് സ്ട്രീമിങ്ങും അങ്ങനെയുള്ള ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഫൈനൽ ചെയ്ത് നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിക്കാനായിട്ട് ഇവിടെ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്, ഒരു ചെറിയൊരു ചായക്കട. നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഞാനിവിടെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതെ ഇവിടെ ഒരു സൈഡിൽ ചെറിയൊരു തോടോ ഉറവയോ ചാലോ അങ്ങനെ എന്തോ സംഭവമാണ്, തോടല്ല ലൈക്ക് കനാലൊക്കെ പോലെ. അപ്പോൾ അതേ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ നൈസായിട്ട് ഒതുക്കി ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി ചായയും കാര്യങ്ങളെല്ലാം കുടിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ചേച്ചി അതിലും വഴി നടക്കുന്ന വണ്ടി നോക്കിക്കൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നല്ല പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അങ്ങനെ ഒരു ചായയും ഒരു ബോണ്ടായും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് തിന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാനങ്ങനെ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ലുക്കും കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതൊക്കെ നേരെ നമ്മുടെ സ്റ്റിക്കറാണല്ലോ അതിലടിച്ച് നമുക്കിനി നേരെ നമ്മുടെ ലൈറ്റും സൗണ്ടും കയറ്റാനായിട്ട് പോകണം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു മേജർ ലുക്കും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. എങ്കിലും എനിക്കെന്തോ BS6 നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇപ്പം ഓടിക്കുന്നത്. സോ അതിൻ്റേതായ ഒരു ഇതും വണ്ടിയുടെ ലുക്കും കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത്. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വണ്ടിയുടെ ലുക്കും ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ഹോം ടൗണിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് എനിക്കൊരു സംശയമുണ്ട്, കാരണം BS6 ആയതുകൊണ്ട്
ഇതിന് കുറച്ചുകൂടെ നീട്ടം കൂടുതൽ ഉള്ള ഇതാണ്. ഓക്കെ, ചേസാണ്. അപ്പം വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് വരുമോ എന്നൊരു സംശയം. പിന്നെ ഫ്രണ്ടിലൊരു കണ്ണാടി നമ്മുടെ താഴെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാം നോക്കി വേണം എടുക്കാനായിട്ട്. ഓക്കെ, വണ്ടി ഞാൻ നൈസായിട്ട് പതുക്കെ കയറ്റുവാണ്. ഓക്കെ, അപ്പം വന്നോടി ഞാൻ ഇടയ്ക്ക് ക്യാബിനിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് ഓണാക്കിയായിരുന്നു. വേറെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. ടോപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം കയറ്റാനുണ്ട്. അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഞാൻ കയറ്റിയിടുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയാകുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ നൈസായിട്ട് ഒതുക്കി ഇട്ടിട്ട് താക്കോലും ഇട്ടിട്ട് പോകണം. ഒരാഴ്ച എടുക്കും വണ്ടിയുടെ മേജർ വർക്കും കാര്യങ്ങളെല്ലാം കഴിയാനായിട്ട്. കാരണം ഇനിയിപ്പോൾ സീസണും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനം നമുക്ക് വണ്ടി കയറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടേതായ ഒരു രീതിക്ക് ട്രാവലറിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി ഇറക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ മറ്റേ സെഡോണും കാര്യങ്ങളെല്ലാം സെയിലിനുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയുക. ഓക്കെ, 1-2 പേര് വിളിച്ച് വിലയൊക്കെ തിരക്കുന്നുണ്ട്. പിന്നെ വേറെ എങ്ങനെ സെയിലാവുമോ ഇല്ല ഒന്നും അറിയത്തില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.